വാട്ട് മേക്സ് എ ഗുഡ് ആൻസർ? ഒരു നല്ല ആൻസർ എങ്ങനെ ഇരിക്കണം? മെയിൻസിന് നമ്മൾ ആൻസർ എഴുതുമ്പോഴേക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്. എങ്ങനെയായിരിക്കും ഒരു നല്ല മാർക്ക് കിട്ടുന്ന ആൻസർ ഇരിക്കേണ്ടത്? ഏത് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഒരു നല്ല ആൻസറിൻ്റെ ഒരു പ്രൈമറി റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിനെ ക്ലിയർ ആയിട്ട് കോംപ്രഹെൻസീവായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കണം നല്ലൊരു ആൻസർ എന്ന് പറയുന്നത്. എന്താണ് ഈ കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത്? ആ പാർട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് കോംപ്രഹെൻസീവ് ആൻസർ മീൻ? ഒരു കോംപ്രഹെൻസീവ് ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു സെഷനിൽ നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചോദ്യം, പെർസിസ്റ്റന്റ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻഇക്വാലിറ്റീസ് കണ്ടിന്യൂ ടു ചാലഞ്ച് ഇന്ത്യ സോഷ്യൽ ഫാബ്രിക്. Examine the effectiveness of existing redistribution mechanism in promoting social justice and reducing inequalities. ഇത് സൈലം മെയിൻസ് അപ്പിയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എക്സ്ക്ലൂസീവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ ആൻസർ കോപ്പീസ് ആണ്. സയൻസിന് തന്നെ പ്രീവിയസ് ഇയർ ടോപ്പേഴ്സ് നമ്മുടെ തന്നെ എക്സാം സിമുലേറ്റഡ് എൻവയോൺമെൻറ്റിൽ ഇരുന്ന് ആ ഒരു ടൈം ഫ്രെയിമിൽ എഴുതിയ അതിൽ ഏറ്റവും മികച്ച ഉത്തരങ്ങളാണ് നമ്മൾ സാമ്പിൾ ആൻസേഴ്സ് ആയിട്ട് നമ്മുടെ മെയിൻസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനും അതിൻ്റെ മോഡൽ ആൻസറുമാണ് ഇത്. ഓക്കെ, അപ്പം ഈ ഒരു ചോദ്യം ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിന് ശേഷമാണ് ചോദ്യം വരുന്നത്. പെർസിസ്റ്റന്റ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻഇക്വാലിറ്റീസ് കണ്ടിന്യൂ ടു ചാലഞ്ച് ഇന്ത്യ സോഷ്യൽ ഫാബ്രിക്. Examine the effectiveness of existing redistribution mechanism in promoting social justice and reducing inequalities. അപ്പോൾ ഏതൊക്കെ ഭാഗമാണ് നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗമാണ് നമ്മൾ ജസ്റ്റ് അഡ്രസ്സ് ചെയ്യുക മാത്രം വേണ്ടത്? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പെർസിസ്റ്റന്റ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻഇക്വാലിറ്റീസ് കണ്ടിന്യൂ ടു ചാലഞ്ച് ഇന്ത്യ സോഷ്യൽ ഫാബ്രിക്, അത് ആക്ച്വലി ക്വസ്റ്റ്യൻ അല്ല, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനുശേഷമാണ് ചോദ്യം വരുന്നത്. എക്സാമിൻ ദ എഫക്റ്റീവ്നെസ് ഓഫ് എക്സിസ്റ്റിംഗ് റീഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസം ഇൻ പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റീസ്. ഒരു നല്ല ആൻസർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്ടിനെയും അഡ്രസ്സ് ചെയ്യണം. എല്ലാ പാർട്ടിനെയും അഡ്രസ്സ് ചെയ്യുമ്പോൾ അതൊരു പ്രയോറിറ്റൈസേഷനും വേണം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, പക്ഷേ അതല്ല ക്വസ്റ്റ്യൻ. എന്നിരുന്നാലും ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാമെന്നുള്ളത് എക്സാമിനറെ കാണിക്കണം. ആക്ച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന് ശേഷം വരുന്നതാണ്. എക്സാമിൻ എന്ന് പറയുമ്പോഴേക്കും, എക്സാമിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത്? ഒരു സാധനം തന്നിട്ട് എക്സാമിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് ചോദിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ പാർട്ട് അഡ്രസ്സ് ചെയ്യണം? അത് എഫക്റ്റീവ്നെസ് ആണോ, എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ, എന്തുകൊണ്ടാണ് അത് എഫക്റ്റീവ് അല്ലാത്തത്? ഇത് തന്നെ എഫക്റ്റീവ്നെസ് ഓഫ് എക്സിസ്റ്റിംഗ് റീഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസം. ഇപ്പോൾ ഓൾറെഡി ഉള്ള റീഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസംസ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇനെക്വാലിറ്റിയെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അപ്പം എഗെയിൻ എക്സാമിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ വി ഷുഡ് ഓൾസോ ഫോക്കസ് ഓൺ ദി അതർ സൈഡ്. പക്ഷേ പൂർണ്ണമായിട്ടും ഈ ഇനെക്വാലിറ്റീസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദർ ആർ സെവറൽ ഇഷ്യൂസ്. അപ്പോൾ ആ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഉള്ളൊരു രീതിയാണ്, ഏത് ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പം പ്രോബ്ലം മെൻഷൻ ചെയ്യുന്നൊരു ചോദ്യമാണെങ്കിൽ സൊല്യൂഷൻസ് സെപ്പറേറ്റ് സബ് ഹെഡിങ് കൊടുത്ത് എഴുതുക എന്നുള്ളത്. പക്ഷേ ശരിക്കും ഒരു എക്സാമിനറിനെ പോയി നിന്ന് ചിന്തിച്ച് നോക്കിയേ, അൺലെസ് ഇറ്റ്സ് ആസ്ഡ്, അൺലെസ് ചോദിക്കുന്നില്ല, സൊല്യൂഷൻ എന്താണ് എന്ന് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ഡിസ്കസ് എന്നല്ല ചോദ്യം ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ സൊല്യൂഷൻ പാർട്ട് എന്തിനാണ് നമ്മൾ സെപ്പറേറ്റ് മെൻഷൻ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എഗെയിൻ ഒരു പ്രോബ്ലം ഫോക്കസ്ഡ് ചോദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഷനിൽ ഒരു ഹോളിസ്റ്റിക് മാനറിൽ സൊല്യൂഷൻസിനെ പറ്റി മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് റീഡിസ്ട്രിബ്യൂഷൻ മെക്കാനിസംസിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അത് എത്രത്തോളം നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചോദ്യം ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് അറിയാമെന്ന് കാണിക്കാനായിട്ട് വി ഷുഡ് മെൻഷൻ ഇറ്റ് ഇൻ പാസിങ്. ഫോക്കസ് ചെയ്യേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്ട്സോ ഇല്ലെങ്കിൽ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ്സിങ്ങോ വേണ്ട, പക്ഷേ നിങ്ങളത് മെൻഷൻ ചെയ്യണം. എങ്ങനെയാണ് ഇനെക്വാലിറ്റി ഇന്ത്യയുടെ സോഷ്യൽ ഫാബ്രിക്കിനെ അഫക്റ്റ് ചെയ്യുന്നത്? അത് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തന്നിട്ടുണ്ട്.
പെർസിസ്റ്റന്റ് ഇൻകവും വെൽത്ത് ഇൻഇക്വാലിറ്റിയും സോഷ്യൽ ഫാബ്രിക്കിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്ടിനെയും അഡ്രസ്സ് ചെയ്തു നമ്മൾ ഉറപ്പുവരുത്തുന്നത്. വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഓരോ പാർട്ടും ഡിസേർവ് ചെയ്യേണ്ട അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക. മെയിൻ ക്വസ്റ്റ്യൻ ആയിരിക്കണം 75% ഓഫ് ദി ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പാർട്ടാണെങ്കിലും മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലെ കീവേഡ് ആണെങ്കിലും യു ഷുഡ് മെൻഷൻ ഇറ്റ് ഇൻ യുവർ ആൻസർ. നമുക്കത് അറിയാമെന്ന് കാണിക്കണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചോദ്യത്തിൽ നിന്ന് നമ്മൾ എടുത്ത് ഉത്തരവാക്കണം, അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരുപാട് കാര്യങ്ങൾ ചേർന്നാൽ മാത്രമാണ് ശരിക്കും നമ്മുടെ ആൻസർ മികച്ചതാവത്തുള്ളൂ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ചോദ്യം നമുക്ക് മനസ്സിലായി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു കാര്യമാണ്. ആ കോണ്ടെക്സ്റ്റ് നമുക്ക് അറിയാം. അതിനുവേണ്ടി ഒരു ഫാക്ടഡ് ഇൻട്രൊഡക്ഷനാണ് എപ്പോഴും നല്ലത്. ബേസിക് ആയിട്ടുള്ള വാല്യൂസും ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് എന്താ നമുക്ക് അറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കോണ്ടെക്സ്റ്റ്, ബേസിക് ഫാക്ട്സ് നമുക്ക് അറിയാം എന്ന് കാണിക്കുന്ന ഒരു ഫാക്ടഡ് ഇൻട്രൊഡക്ഷനാണ് എപ്പോഴും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു റേസിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ്. വി നോ വേർ ടു ഗോ. എന്താണ് ചോദ്യം നമുക്ക് മനസ്സിലായി, നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. അതാണ് ഇൻട്രൊഡക്ഷൻ. കണ്ടന്റ് എന്ന് പറയുന്നത് ആ ചോദ്യത്തിൻ്റെ ഡിമാൻഡാണ്. ആ ചോദ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാണ്. അത് ഡിസേർവ് ചെയ്യുന്ന ഇമ്പോർട്ടൻസിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ആവശ്യപ്പെടുന്ന സ്പേസ് കൊടുത്ത് നമ്മൾ എഴുതുക. ഓക്കെ. സോ ഇനി നിങ്ങൾ മെയിൻസിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ചെയ്യുക. ആൻസർ എഴുതുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ്റെ ഓരോ പാർട്ടിൻ്റെയും റിലേറ്റീവ് ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോ പാർട്ടും ഡിസേർവ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ് ആൻസറിൽ നമ്മൾ കൊടുക്കണം. ഓക്കെ.